ഹലോ ഹായ് നമസ്കാരം. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ആക്ടർ സലിംകുമാറിൻ്റെ ഒരു വീഡിയോ ഒരുപാട് വൈറലായിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഒരു പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്ന സമയത്ത് കാലിടറി ഒന്ന് വീണു. ചുറ്റും ആളുകൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവരിൽ പലരും കൈ കൊടുത്തു. അദ്ദേഹം വീണ്ടും എണീറ്റു നടന്നു മുന്നോട്ട് പോയി. അപ്പോൾ കാലിടറി വീണ സലിംകുമാറിനെ കണ്ടോ, അല്ലെങ്കിൽ വീണെടുത്ത് എണീറ്റ് വരുന്ന സലീമേട്ടനെ കണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ ക്യാപ്ഷനൊക്കെ വെച്ചുകൊണ്ട് ഒരുപാട് ഓൺലൈൻ മീഡിയ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആലോചിച്ചത് അദ്ദേഹത്തിന് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളതും പ്രായത്തിൻ്റെ ആവാം, അസുഖത്തിൻ്റെ ആവാം, പല കാരണങ്ങൾ കൊണ്ട് അത് സംഭവിക്കാം. അപ്പോൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് നമ്മളിപ്പോൾ ഇൻ്റർവ്യൂസ് കണ്ടിട്ടാണെങ്കിലും അദ്ദേഹം സ്റ്റേജ് പരിപാടിയിൽ പങ്കെടുക്കുന്നത് കണ്ടിട്ടാണെങ്കിലും പുള്ളി പറഞ്ഞിട്ടൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഒരു ഗുരുതരമായ വീഴ്ച ഉണ്ടായി, അതിനെ തുടർന്നുള്ള പ്രശ്നങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതെങ്ങനെ സംഭവിച്ചു എന്നറിയാൻ ആളുകൾക്ക് ആകാംക്ഷ ഉണ്ടാവുമെന്ന് വിചാരിക്കും. പക്ഷെ നടക്കുന്നതിനിടയിൽ കാല് ഇടറി വീണതൊക്കെ ഇങ്ങനെ എടുത്ത് വൈറലാക്കേണ്ടതുണ്ടോ എന്ന് ഞാൻ ആദ്യം ആലോചിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ആദ്യ ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ വീഴ്ചയെക്കുറിച്ച് ഒരു സൈഡിൽ സഹതാപത്തിൻ്റെ ആയിട്ടും മറ്റൊരു സൈഡിൽ പഴയ ദുശീലങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്ന അവസ്ഥ എന്നുള്ള രീതിയിലുള്ള സോഷ്യൽ മീഡിയ വിശകലനങ്ങളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ പിറ്റേ ദിവസമായപ്പോൾ സോഷ്യൽ മീഡിയ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഈ വീണപ്പോൾ കൈ കൊടുത്ത ആൾക്കാരില്ലേ, അതിലൊരാളുടെ കൈ സലിംകുമാർ തട്ടി മാറ്റുന്നുണ്ട്. വീഴുമ്പോൾ എണീക്കാൻ കൈ കൊടുക്കുന്നവനെ തട്ടി മാറ്റുന്നത്, അവനെ പുച്ഛിക്കുന്നത്, അപമാനിക്കുന്നത് ശരിയാണോ എന്നുള്ള രീതിയിൽ മറ്റൊരു സോഷ്യൽ മീഡിയ വിശകലനവും കൂടി അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ആക്ടർ വിനായകൻ ഇട്ടിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. ആ പോസ്റ്റിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആക്ടർ വിനായകൻ്റെ ഒരു ഫോട്ടോ ഞാൻ കാണിച്ചു തരാം. ഒപ്പമുള്ള ആളെ ഒരു മലയാളിക്ക് എന്തായാലും മനസ്സിലാകാതെ പോകാൻ തരമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ളത്, എപ്പോഴാണ് ഒരാളൊരു ചത്ത ശവമായിട്ട് മാറുന്നത്? കാലിടറി വീഴുമ്പോഴാണോ, അതോ വീഴുന്ന സമയത്ത് അല്ലെങ്കിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് വേറൊരാളുടെ കൈ പിടിക്കേണ്ടി വരുമ്പോൾ ഒരാൾ ചത്ത ശവമായിട്ട് മാറുന്നുണ്ടോ? ചാകാറാവുന്നവർ വീട്ടിൽ തന്നെ ഇരുന്ന് ചത്തോണം എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് അതേതാണ് ആ പ്രായം? ആ പ്രായം ആരാണ് തീരുമാനിക്കുന്നത്? എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത് എന്ന ചോദ്യമാണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പോകുന്നത് ഇങ്ങനെയാണ്: കള്ളടിച്ച് മൂത്ത് പഴുത്ത് സകലതും അടിച്ചുപോയ എഴുന്നേറ്റ് നിൽക്കാൻ 4 ആളുടെ സഹായം വേണ്ടി വരുന്നവന്മാർ പൊതുവേദിയിൽ വന്നിരുന്ന് ഡ്രഗിനെ പറ്റി പറയുന്നത് കോമഡിയാണ്, ദുരന്തവും. പെട്ടെന്ന് കേൾക്കുമ്പോൾ നമുക്ക് ശരിയാണല്ലോ, ഈ കള്ളടിച്ച് ശരീരം മുഴുവൻ കളഞ്ഞ ആൾക്കാരൊക്കെ ഈ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന പുതിയ തലമുറയൊക്കെ വിമർശിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം. സലിംകുമാറും പൊതുവേദിയിൽ വന്ന് പുതിയ ജനറേഷനിലെ കുട്ടികൾ അവർ ഉപയോഗിക്കുന്ന ഡ്രഗ്സിനെ കുറിച്ച്, അതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് പറയാനുണ്ട്, അത് നമുക്ക് അവസാനം പറയാം. ഇതെന്താണെന്നറിയോ, കുറേ ആൾക്കാർ ഈ കള്ളു കുടിക്കുന്നവന്മാരൊക്കെ ഡ്രഗ്സിനെ പറ്റി പറയുന്നത് എന്ത് ബോധക്കേടാണ് എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഈ ഒരു പോസ്റ്റ് കണ്ടപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. നമ്മൾ സംസാരിക്കുന്നത് ഇന്നത്തെ തലമുറയുടെ ചിന്തിക്കാനുള്ള, യുക്തിപരമായി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ കഴിവിനെയും ബാധിക്കുന്ന സിന്തറ്റിക് ഡ്രഗിനെ കുറിച്ചാണ്. ഇപ്പോൾ കള്ളടിച്ച് കരൾ പോയ ആളുകളുണ്ടാവും, കിഡ്നി പോയ ആളുകളുണ്ടാവും, സിഗരറ്റ് വലിച്ച് ചുമച്ച് കുറച്ച് ക്യാൻസർ വന്നിട്ടുള്ള ആളുകളുണ്ടാവും. ഞാൻ പറയുന്നത് ഇത്തരം അസുഖങ്ങൾ വന്നിട്ടുള്ള ദുശീലങ്ങൾ ഇല്ലാത്ത ആളുകളെ കുറിച്ചല്ല. ഈ ദുശീലങ്ങൾ പലരെയും ഇത്തരം അസുഖങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ചാവുന്ന അവസാന മൊമെൻ്റ് ഉണ്ടല്ലോ, അവിടം വരെയും സ്വബോധം അല്ലെങ്കിൽ സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള കഴിവ്, ഒരുപക്ഷെ ഒരുപാട് മദ്യാസക്തിയുടെ ഭാഗമായി ഈ ശരീരം അടിച്ചു പോയി കഴിഞ്ഞാലും ഞാൻ വെള്ളമൊടിച്ച് തന്നെ തീരും എന്ന് തീരുമാനിച്ചിട്ടുള്ള ആളുകളുണ്ടാകും. അവരുടെ കാര്യമല്ല നമ്മൾ പറയുന്നത്. ബോധോദയം എന്ന് പറയുന്ന ഒരു സമയം എപ്പോഴെങ്കിലും സംഭവിച്ചിട്ടുള്ള ആളുകളെ കുറിച്ചാണ്. അവസാനം തീരുന്നതിന് മുമ്പ് ഒരു ബോധ്യം ഉണ്ടാവും, ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, എൻ്റെ ജീവിതം ഞാൻ ചെയ്തു കൂട്ടിയതും ഒക്കെ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ട്. പുതിയ തലമുറ അത് ആവർത്തിക്കാതിരിക്കുകയാണെങ്കിൽ അതെങ്കിലും എനിക്ക് ഈ ഭൂമിയിൽ ചെയ്തിട്ട് പോകണം. ഇനി അതും അല്ലെങ്കിൽ വെള്ളമൊടിച്ചെൻ്റെ ചങ്കും കരലും പോയെന്നേ ഉള്ളൂ. പക്ഷേ ഇക്കണ്ട് കാണായ പുതിയ പേരറിയാത്ത ഡ്രഗ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നൊരു ചിന്തയുടെ പുറത്ത് അത്തരം കാര്യങ്ങൾക്കെതിരെ സംസാരിക്കാം. പണ്ട് വെള്ളമൊടിച്ചവനും പണ്ട് സിഗരറ്റ് വലിച്ചവനും ഒന്നും ഇന്നത്തെ സിന്തറ്റിക് ഡ്രഗിനെയും അതിൻ്റെ ദുരുപയോഗത്തെയും അതുണ്ടാക്കുന്ന ദൂഷ്യവശങ്ങളെയും കുറിച്ച് സംസാരിക്കരുത് എന്ന് പറയുന്നത് എനിക്ക് വിനായകൻ്റെ വിവരക്കേടായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഇനി മയക്കുന്നതെല്ലാം മയക്കുമരുന്നാണ്. കേൾക്കുമ്പോൾ നല്ല രസമാണ്, ഒരു കവിത പോലെയൊക്കെ നമുക്ക് തോന്നും. മയക്കുന്നതെല്ലാം മയക്കുമരുന്നാണ് എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. അദ്ദേഹത്തിന് മയക്കുമരുന്നുകളോട് എന്തെങ്കിലും പ്രത്യേകതരം സ്നേഹവും ഉണ്ടാവാം. പക്ഷേ ഇമ്മാതിരി വൃത്തികേടുകൾ ഒരുപാട് ആളുകൾ ഫോളോ ചെയ്യുന്ന, ഒരുപാട് ആളുകളിലേക്ക് എത്തുന്ന ഒരാൾ ഒരു കാരണവശാലും പറയാൻ പാടില്ലാത്തതാണ്. മയക്കുന്ന എല്ലാ മയക്കുമരുന്നുകളെയും കുറിച്ചല്ല നമ്മൾ വേദികളിൽ, സ്കൂളുകളിൽ, പുതിയ യങ് ജനറേഷൻ്റെ അടുത്ത് നിങ്ങൾ ഉപയോഗിക്കല്ലേ, ഇതിൻ്റെ വഴിയെ പോകല്ലേ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പോസ്റ്റ് തന്നെ വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് സിനിമാ അഭിനയം എന്ന് പറയുന്ന ഒരു ലഹരി, ആ ഒരു ലഹരിക്ക് അടിമപ്പെട്ടിട്ടുള്ള ആളല്ലേ നീ, അതുകൊണ്ടല്ലേ നിൻ്റെ മക്കളെയും നീ സിനിമയിലേക്ക് കടത്തി വിടുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ കവിത പോലത്തെ പോസ്റ്റിൽ അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അഭിനയം ഒരാൾക്ക് ലഹരിയായിരിക്കും, അധികാരം ഒരാൾക്ക് ലഹരിയായിരിക്കും, പ്രണയം ലഹരിയായിരിക്കും. പറഞ്ഞ പോലെ അദ്ദേഹത്തിന് തന്നെ പോസ്റ്റിൽ പറയുന്നത് പോലെ പെണ്ണൊക്കെ ലഹരിയായിട്ടുള്ള പലതരം ലഹരിയുള്ള ആളുകളുണ്ടാവും. പക്ഷേ അവനവൻ്റെ ബോധമനസ്സിനെയും ജീവിതത്തെയും ഫ്യൂച്ചറിനെയും
ബാക്കിയുള്ളവരുടെ ഫ്യൂച്ചറിനെയൊക്കെ അതിഭീകരമായി ബാധിക്കാൻ പോകുന്ന ഡ്രഗ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ മയക്കുന്നതെല്ലാം മയക്കുമരുന്നാണ് എന്ന് പറയുന്ന ഡയലോഗായിട്ട് ഇറങ്ങരുത്. മയക്കുമരുന്ന് എന്ന ടാഗിൽ നമ്മുടെ എക്സൈസ് വകുപ്പും ഒക്കെ ഇപ്പോൾ പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് അത് മയക്കുന്ന മരുന്നല്ല, നശിപ്പിക്കുന്ന മരുന്നാണ്. കള്ളാണെങ്കിലും കഞ്ചാവാണേലും പെണ്ണാണേലും പിന്നെ പുരുഷ ലൈംഗിക അവയവമാണേലും സ്വന്തമായി പൊങ്ങാനാവാതെ മറ്റുള്ളവരുടെ തോളിൽ തൂങ്ങി പൊതുവേദിയിൽ വന്നിരുന്ന് ടെക്നോളജിയെക്കുറിച്ചും ഒന്നും അറിയാത്ത നീയാണോ യുവതി യുവാക്കളെ ഉപദേശിക്കുന്നത്? ഇതൊക്കെ ഡയറക്റ്റ് സലിംകുമാറിനെ ലിങ്ക് ചെയ്തിട്ടുള്ള കാര്യമൊക്കെയാണ്. സ്വന്തമായി പൊങ്ങാനാവാതെ, ഞാൻ ഏറ്റവും ആദ്യം ഒരു ഫോട്ടോ കാണിച്ചിട്ടില്ലേ, ആ വ്യക്തി ഒരു കസേരയിൽ നിന്ന് പൊങ്ങാൻ മറ്റൊരാളുടെ സഹായം വേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാടിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചാൽ ഈ പൊങ്ങാനാവാതെ കിടക്കുന്ന ആൾ എന്ന് വിനായകൻ പറയോ? എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പറയുകയാണെങ്കിൽ അതൊരു വലിയ തെറ്റാണ് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് എന്തൊക്കെ പൊങ്ങുന്നുണ്ട് എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നിങ്ങളുടെ നാവ് പൊങ്ങുന്നതും നിങ്ങളുടെ കൈ പൊങ്ങുന്നതും നിങ്ങൾ എന്താണ് അതുകൊണ്ട് ചെയ്യുന്നതും എന്നുള്ളതാണ്. ഉള്ള ഡബിൾ മീനിങ്ങും തെറിയൊക്കെ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതോ വലിയ കൊണാണ്ടറാണ് എന്ന് ചിന്തിക്കുന്നത്. അത് മയക്കുന്ന ഏതെങ്കിലും മരുന്നിൻ്റെ ബലത്തിലാണെന്നുണ്ടെങ്കിൽ ഭയങ്കര മോശമായിപ്പോയി എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. സ്വന്തമായി പൊങ്ങാനാവാതെ മറ്റുള്ളവരുടെ തോളിൽ തൂങ്ങി പൊതുവേദിയിൽ വന്നിരുന്ന് ടെക്നോളജിയെക്കുറിച്ച് ഒന്നും അറിയാത്ത നീയാണോ? ടെക്നോളജിയെക്കുറിച്ച് അറിയാത്തത് ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കാതിരിക്കാനുള്ള, അറിയില്ലാത്ത കാര്യം ഒരു പുച്ഛത്തോടെ അവതരിപ്പിക്കുന്നു എന്നുള്ളൊരു ആംഗിളിൽ സലിംകുമാർ വിമർശിക്കപ്പെടേണ്ടതാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ അദ്ദേഹത്തെ വിമർശിച്ചൊരു വലിയ വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കത് ചാനലിൽ അവൈലബിളുമാണ്. സലിംകുമാറിനെ വെള്ളപൂശാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ അല്ല ഇത്. പക്ഷേ വിനായകൻ പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ക്യാമ്പയിനുകളെ കൂടി അതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഈ മയക്കുന്ന എല്ലാ മരുന്നും ഇറ്റ്സ് ഓക്കെ ഫൈൻ എന്നുള്ള ഒരു സൂചന തോന്നിപ്പിക്കുന്ന ഇത്തരമൊരു പോസ്റ്റ് വളരെ മോശമായിപ്പോയി. അത് ഭയങ്കര വൃത്തികേടായിപ്പോയി. അത് ചുരുങ്ങിയ വാക്കുകളിൽ പറയാനാണെങ്കിൽ സലിംകുമാറിനോടുള്ള വ്യക്തിവൈരാഗ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇട്ട പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചത്ത ഈ ശവങ്ങളെ പൊതുവേദിയിൽ കൊണ്ടുവന്ന് ഇരുത്തല്ലേ, ചാകാറായാൽ വീട്ടിൽ പോയിരുന്ന് ചത്തോളണം. സിനിമ നിന്നെയൊക്കെ മയക്കുന്നത് കൊണ്ടല്ലേടാ മക്കളെയും അതിലേക്ക് തള്ളിക്കയറ്റി വിട്ട് കാശുണ്ടാക്കാൻ നോക്കുന്നത്. നീയൊക്കെ അല്ലടാ യഥാർത്ഥ ഡ്രഗ് അഡിക്റ്റ്. ഇങ്ങനെയൊക്കെ ചോദിച്ച് നമുക്ക് മറ്റേ വലിയ ഡയലോഗ് അടിക്കാനൊക്കെ എളുപ്പമാണ്. പക്ഷേ നമ്മളിവിടെ അഡ്രസ്സ് ചെയ്യുന്നൊരു വിഷയമുണ്ട്. ആ വിഷയത്തിന് എടുത്തുകൊണ്ട് വന്ന് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ ഒരു വ്യക്തിവിരോധമൊക്കെ അതിൻ്റെ ഇടയിൽ മുക്കിക്കയറ്റി പല കാര്യങ്ങളെയും വെള്ളപൂശുന്നൊരു പരിപാടിയാണിത്. ഇപ്പോൾ സലിംകുമാർ പൊതുവേദിയിൽ പോയി യുവാക്കളെ ഉപദേശിച്ചു, മയക്കുമരുന്ന് ഉപയോഗിക്കല് അതൊരു പ്രശ്നമാണ് എന്ന് പറയുന്നു. അങ്ങനെ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്ന് വീണുപോയി. ഇതിൽ വിനായകൻ എവിടെയാണ് ഹേർട്ടാവുന്നത്? ലഹരിക്കെതിരെ സംസാരിച്ചതാണോ വിനായകനെ വേദനിപ്പിക്കുന്നത്? യുവാക്കളെ ഉപദേശിക്കുന്നു എന്നുള്ളതാണോ വിനായകനെ വേദനിപ്പിക്കുന്നത്? അതോ സലിംകുമാറാണ് അല്ലെങ്കിൽ സലിംകുമാറിനെ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ വിളിക്കുന്നു എന്നുള്ളതാണോ വിനായകനെ വേദനിപ്പിക്കുന്നത്? ഇതിൽ ആദ്യത്തെ രണ്ട് കാര്യങ്ങളാണ് വിനായകനെ വേദനിപ്പിക്കുന്നതെങ്കിൽ അതൊരു സീരിയസ് വിഷയമാണ്. ലഹരിക്കെതിരെ ഒരാൾ സംസാരിച്ചാൽ അയാളെ തെറി പറയാം, അയാളെ മോശക്കാരനാക്കി പറയാം എന്നാണോ? അതോ യുവാക്കളെ ഉപദേശിക്കുന്നവരൊക്കെ വൃത്തികെട്ടവന്മാരാണ് എന്നുള്ള രീതിയിൽ അങ്ങനെയാണോ നോക്കിക്കാണുന്നത്? ജയിച്ച ആൾക്കാർക്ക് മാത്രമല്ലല്ലോ, തോറ്റുപോയവർക്കും ഉപദേശിക്കാനുണ്ടാവുമല്ലോ. വേണമെങ്കിൽ എടുക്കുക, വേണ്ടെങ്കിൽ വേണ്ട. വിമർശിക്കേണ്ടതാണെങ്കിൽ പരത്തിക്കൂട്ടി വിമർശിക്കുക. പക്ഷേ ഇത് വിമർശനമല്ല, ഇത് ഇൻസൾട്ടിങ് ആണ്, ബ്ലെയിമിങ് ആണ്. മിണ്ടിപ്പോകരുത് എന്ന് പറയുന്ന ആജ്ഞാപിക്കലാണ്. അതും ഏറ്റവും മോശമായിട്ടുള്ള ഭാഷയിലുള്ള ആജ്ഞാപിക്കലാണ്. ഇതിനകത്തുള്ളത് ഒരു കടുത്ത ധാർഷ്ട്യമാണ്. എൻ്റെ മെക്കിട്ടൊന്നും ആരും കയറില്ല, എനിക്കിവിടെ എന്ത് വേണേലും വിളിച്ചു പറയാം. തീർച്ചയായും വിനായകന് ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. കേരളത്തിലെ, ഇന്ത്യയിലെ ദളിത് കമ്മ്യൂണിറ്റിയിൽ നിന്ന് വരുന്ന വേറൊരാൾക്കും ഇല്ലാത്തതുപോലത്തെ ഒരു പ്രൊട്ടക്ഷൻ വിനായകൻ്റെ ചുറ്റുമുണ്ട്. വേടനും അത് കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇവരെ പോലെ പണവും പ്രശസ്തിയും വലിയ വലിയ ഇടങ്ങളിലെ പരിചയങ്ങളും ഇല്ലാത്ത വേറൊരു വലിയ വിഭാഗം മനുഷ്യരുണ്ട്. കുഞ്ഞാമൻ്റെ എതിരെന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ ദളിതൻ്റെ ഏറ്റവും വലിയ ശത്രുക്കളെക്കുറിച്ചുള്ള ഒരു സംസാരമുണ്ട്. ശത്രുക്കൾ എന്നുള്ള രീതിയിലല്ല, ദളിതൻ്റെ വളർച്ചയെ തടസ്സപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലുള്ള കുറേ പറച്ചിലുകളുണ്ട്. തീർച്ചയായും നിങ്ങൾ ആ പുസ്തകമൊക്കെ വായിച്ചു നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒരു ആംഗിളിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റും. തനിക്കുള്ള പ്രിവിലേജുകളുടെ പുറത്ത് കയറിയിരുന്ന് ഇത്രയും ധാർഷ്ട്യത്തോടെ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നു എന്നുള്ളത്. സലിംകുമാർ എവിടെയും ആരെയും തുണി അഴിച്ച് കാണിച്ചിട്ടില്ല, നാട് നീളെ തെറി പറഞ്ഞ് നടന്നിട്ടില്ല. മദ്യപിച്ച് ഏതെങ്കിലും ഒരു ആൾക്കൂട്ടത്തിൽ പോയി പ്രശ്നമുണ്ടാക്കിയതിനെക്കുറിച്ച് ഇതുവരെ അറിവില്ല. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായും അത് പുറത്തു വരേണ്ടതാണ്. അങ്ങനെ അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടേണ്ടതാണ്. പോലീസ് സ്റ്റേഷനിലൊക്കെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നേരിടുന്ന അപമര്യാദകളുണ്ട് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന്, അത് വേറെ തന്നെ ഒരു വിഷയമാണ്. പക്ഷേ കള്ളടിച്ച് എന്തൊക്കെയോ അടിച്ചുപോയി എന്ന് പറയുന്ന ഉപദേശിക്കാൻ ഇറങ്ങുന്ന ആളുകളൊക്കെ ഇന്ന് കള്ളടിച്ചും മയക്കുന്നതെല്ലാം മയക്കുമരുന്നാണെന്ന് പറയുന്ന കുറേ ആൾക്കാർ ചെയ്തു കൂട്ടുന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ശരിക്കും മറ്റെന്ത് കാര്യത്തിലും ലഹരി കണ്ടെത്തുന്ന ആളുകളെ പോലെയല്ല സിന്തറ്റിക് ഡ്രഗിലേക്കൊക്കെ വന്ന് ലാൻഡ് ചെയ്യുന്ന ആളുകൾ. അത് നമ്മുടെ വരാനിരിക്കുന്ന ജനറേഷനെ കൂടി നശിപ്പിക്കുന്ന പരിപാടിയാണ്. ബോധമില്ലാതെ എന്ത് ചിന്തിക്കണമെന്ന് പോലും ഒന്നും മനസ്സിലാക്കാൻ പറ്റാതെ ജീവിതം കൈവിട്ടു പോകുന്ന പരിപാടിയാണ്. കള്ളു കുടിക്കുന്നവൻ വന്ന് ഉപദേശിക്കട്ടെ, സേർട്ട് വലിക്കുന്നവൻ വന്ന് ഉപദേശിക്കട്ടെ, തെറ്റ് തിരുത്തുന്നവൻ വന്ന് ഉപദേശിക്കട്ടെ. ഇനി സലിംകുമാറിലേക്ക് നമ്മൾ ക്യാമറ തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നിപ്പോൾ വേടൻ ഒരു കഞ്ചാവ് കേസിലകത്താവുന്നു. അതിനുശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അയാൾ ആദ്യം മാധ്യമങ്ങളുടെ മുന്നിൽ പറഞ്ഞിരിക്കുന്നത് ഈ അനിയന്മാരോടാണ്.
അല്ലെങ്കിൽ അയാളെ ഫോളോ ചെയ്യുന്ന കുട്ടികളോടാണ്. ഇങ്ങനെയൊന്നും ഉപയോഗിക്കല്ലടാ, അല്ലെങ്കിൽ എനിക്കിങ്ങനെ പറ്റിപ്പോയി, ഞാൻ ഇനി അതിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള മാർഗ്ഗങ്ങളാണ് അന്വേഷിക്കുന്നത് എന്ന് പറയുമ്പോൾ അത് എവിടെയെങ്കിലുമൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് എനിക്കൊരു തെറ്റ് പറ്റി, ഞാനത് അക്സെപ്റ്റ് ചെയ്യുന്നു, എനിക്ക് ആ തെറ്റിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ നഷ്ടങ്ങളുണ്ട്, ആ നഷ്ടങ്ങളെയും ഞാൻ മനസ്സിലാക്കുന്നു. അത് നിങ്ങൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത തെറ്റുകൾ നിങ്ങൾ ചെയ്യല്ലേ എന്ന് പറയുന്നത് പോലെ അല്ല കാരണവരായി എന്നുള്ള ഭാവത്തിലിരുന്നിട്ട് ബാക്കിയുള്ളവരോട് നിങ്ങളൊക്കെ എന്താ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഈ നാട്ടിൽ എന്താ നടക്കുന്നത്, ഈ ജനറേഷനൊക്കെ എന്താ ചെയ്യുന്നത് എന്ന് പറയുന്ന പുച്ഛിക്കൽ. ആ പുച്ഛിക്കൽ നിങ്ങളൊരു തന്തവയബാക്കി പ്രഖ്യാപിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നിങ്ങൾ പറയുന്നതിൽ കാര്യമുള്ള ഒരു കാര്യമില്ലാത്ത കാര്യങ്ങളൊക്കെ തള്ളിക്കളയും, അത് പോട്ടെ, പക്ഷേ കാര്യമുള്ള കാര്യങ്ങളെ പോലും തള്ളിക്കളയുന്ന ഒരവസ്ഥയിലേക്ക് അതുകൊണ്ട് എത്തിക്കും. സലിം കുമാറിൻ്റെ തമാശകൾ കണ്ട് കൈയടിച്ച 90കളിലെ വരെയുള്ള കുട്ടികൾ, അവർക്കിന്ന് പ്രായമുള്ള അച്ഛനമ്മമാരൊക്കെയായി. അവരുടെ മക്കളുടെ അടുത്ത് പോയിരുന്ന ആ ജനറേഷനോടാണ് സലിം കുമാർ സംസാരിക്കുന്നത്. ഈ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ പണ്ട് അദ്ദേഹത്തിൻ്റെ തമാശകൾ കേട്ട് ചിരിച്ചിട്ടുള്ള ഇന്ന് ഈ കുട്ടികളുടെ അച്ഛനമ്മമാരായിട്ടിരിക്കുന്ന ആളുകൾ ചിലപ്പോൾ കൈയടിച്ചേക്കും, പക്ഷേ കുട്ടികൾ കൈയടിക്കില്ല. അവരൊരു പക്ഷേ വെറുത്തു പോകും. പറയുന്നതിലുള്ള വളരെ വാലിഡായിട്ടുള്ള കാര്യങ്ങൾ പോലും മൈൻഡ് ചെയ്യാൻ പറ്റാത്ത പോലെ വെറുത്തു പോകും. വിനായന് ധാർഷ്ട്യവും ഏറ്റവും മോശം ഭാഷയുമാണെങ്കിൽ സലിം കുമാറിൻ്റെ ഭാഗത്തു നിന്നുള്ള അൾട്ടിമേറ്റ് പുച്ഛമാണ്, പുതിയ ജനറേഷനോടുള്ള പുച്ഛമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലെ പുച്ഛവും കാര്യങ്ങളും ഒക്കെ നിൽക്കുമ്പോഴും ഒരു വ്യക്തിയെ ആക്രമിക്കാൻ മാത്രമുള്ള വിഷയങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതായത് ഈ പോസ്റ്റിൽ പറയുന്നതാണെങ്കിൽ ഇത്രയും മോശം ഭാഷയിൽ പ്രതികരിക്കാനോ പുച്ഛിക്കാനോ ചീത്ത വിളിക്കാനോ ഉള്ള കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഏതൊരാളുടെയും ജീവിതത്തിൽ പൊങ്ങാൻ പറ്റാത്തൊരു സമയം വന്നേക്കാം. ഒന്ന് പൊങ്ങണമെങ്കിൽ, അനങ്ങണമെങ്കിൽ വേറൊരാളുടെ സഹായം വേണം എന്നൊരു ഘട്ടം എത്തിയേക്കാം. പക്ഷെ അത് ചാവേണ്ട സമയമല്ല, ശവമാണെന്ന് കരുതി വീട്ടിലിരുത്തേണ്ട സമയവുമല്ല. ശവം ഉപകാരമില്ലാത്ത ആളാണ്, ബുദ്ധിയും ബോധവും ഇല്ലാത്ത ഒന്നാണ്. ജീവിച്ചിരിക്കുന്ന ശവങ്ങളാവാതിരിക്കാൻ പുതിയ ജനറേഷനോട് പറഞ്ഞുകൊണ്ടിരുന്നേ പറ്റുള്ളൂ. ലഹരി അത് ഏത് ഫോമിലാണെങ്കിലും, സബ്സ്റ്റൻസ് കുടിക്കുന്നതോ വലിക്കുന്നതോ പുകയ്ക്കുന്നതോ ഒട്ടിക്കുന്നതോ എന്താണെങ്കിലും അത് നല്ലതിനല്ല. പ്ലീസ് ഉപയോഗിക്കരുത്. മയക്കുന്നെല്ലാം മയക്കുമരുന്നല്ലേ എന്ന് പറയുന്ന ഇങ്ങനെ ബോധമില്ലാത്ത ന്യായീകരണങ്ങളെ വിശ്വസിക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായെന്ന് തോന്നിയാൽ മാത്രം പരിഗണിക്കുക.